കൽപ്പറ്റ SKMJ സ്കൂളിൽ നിന്നും മധു തുടരുന്നുണ്ട്. മധു, ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഷഹീദിനെ ഇന്ററപ്റ്റ് ചെയ്തത് ഒറ്റ കാര്യം കൊണ്ടാണ്. മോത്തി, നമുക്കൊപ്പം വനംവകുപ്പ് സംഘം പോകുന്നുണ്ട്. DFO രഞ്ജിത്ത് നമുക്കൊപ്പം ഉണ്ട്. ഇന്ന് മുകളിലൂടെ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ചോപ്പറിൽ സെർച്ച്. അപ്പോൾ നമുക്ക് വാലിയിൽ ഇറങ്ങാനായിട്ട് വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ വളരെ സമയം നമുക്ക് അവിടെ പോകുന്നുണ്ട്. അപ്പോൾ ഒരു 4 മണിക്കൂറോളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും സെർച്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് ചോപ്പറിലാണ് ഇറങ്ങുന്നത്. ഇന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് 2 ബാങ്ക്സും ഒരേ സമയം തന്നെ കവർ ചെയ്യാനായിട്ടുള്ള സ്പെഷ്യൽ ടീംസ് ഉണ്ട്. പോലീസിൻ്റെ SOG ഗ്രൂപ്പ് ഉണ്ട്, ആർമി ഉണ്ട്. ഇന്നും നമ്മൾ മറ്റേ സൂചിപ്പാറയിൽ നിന്ന് താഴെ പരപ്പംപാറയിൽ നിന്ന് വീണ്ടും താഴേക്കുള്ള ഭാഗമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. മെയിനായിട്ട് അവിടെ കുറച്ച് ഐലൻഡ്സ് നോക്കാനുണ്ട്. ഐലൻഡ്സ് ആണ് മെയിനായിട്ട് ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. സൺറൈസ് വാലിയിലെ അവിടേക്ക് എത്തും, സെർച്ച് ചെയ്ത് അവിടേക്ക് എത്തും. നമ്മളിപ്പോൾ 10ാം ദിവസമാണ്. അതെ, 10ാം ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ദിവസം മുതൽ ആദ്യം അവിടെ എത്തിയ ആളുകളിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ തലേന്ന് അവിടെ നിങ്ങളുടെ സംഘം പോകുന്നതിൻ്റെ തൊട്ട് പിന്നാലെയാണ് 10 മിനിറ്റ് കഴിയുമ്പോഴാണ് ആ പാലം പൊട്ടി വീഴുന്നത്. അതെ, നമ്മുടെ സ്റ്റാഫ് അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് പെട്രോളിംഗ് നമ്മുടെ സ്റ്റാഫ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് അവിടെ ഒരു റെസ്ക്യൂ നടത്തിയത് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. നമ്മുടെ വാഹനം ഉണ്ടായിരുന്നു. ആ നേരത്ത് വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ സഹായത്തിലാണ് ഏറ്റവും കൂടുതൽ അവിടെ റെസ്ക്യൂ നടത്തിയത്. ഏകദേശം 60ഓളം പേരെ നമുക്ക് അവിടെ നിന്ന് ആ ഫസ്റ്റ് സമയത്ത് തന്നെ മാറ്റാൻ നമുക്ക് പറ്റിയിരുന്നു ലൈവായിട്ട്. പറയുമ്പോഴേ ഇന്ന് പുത്തുമലയുടെ 5ാം വാർഷികം. അന്ന് ആതിഷ് അന്ന് അവിടെ ഉണ്ടായിരുന്നല്ലേ? അന്ന് ആ ടീമിലുണ്ടായിരുന്നല്ലേ? അന്ന് ആ ആതിഷയിൽ അന്ന് നമ്മൾ അവിടെ നിന്ന് പേരെനിക്ക് എപ്പോഴും ആഷിഫാണ്. അപ്പോൾ അന്ന് നമ്മൾ വടുവഞ്ചാലിയിൽ നിന്ന് താഴേക്ക് കുത്തനെ ഇറങ്ങിപ്പോയിട്ടായിരുന്നു സാർ. അത് ഞങ്ങൾ ശരിക്ക് പുത്തുമല വിട്ടിട്ട് മുണ്ടേരി ഫാം നിലമ്പൂർ വരെ സെർച്ച് നടത്തിയിരുന്നു. അതോടൊന്നിച്ചാണ് വൈൻഡപ്പ് ചെയ്ത്. പക്ഷെ അവസാനത്തെ ഒരു ബോഡി കിട്ടിയത് നമുക്കൊരു 7ാമത്തെ ദിവസം തോന്നുന്നു. ഒരു ബോഡി നമുക്ക് പാറയുടെ ഉള്ളിൽ നിന്നും കിട്ടിയിരുന്നു. പക്ഷെ ഇന്ന് നോക്കാം, ഇന്ന് നമുക്ക് വെള്ളം വലിയുന്ന സമയത്ത് നമുക്ക് ചാൻസ് ഉണ്ട്, നോക്കാം. അന്വേഷിച്ച് എത്താന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഒരു ആശ്വാസമാണ് മിസ്സിംഗ് ആയിട്ടുള്ള. അതെ, തീർച്ചയായിട്ടും ഞങ്ങൾ കൊണ്ട് കഴിയുന്ന മാക്സിമം ഞങ്ങൾ നോക്കും. ഇതിൽ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ആ പ്രദേശത്തിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണ്? അന്ന് പോയ ആളുകൾ എനിക്ക് ചോദിക്കാം. ഈ പ്രദേശം അന്ന് ഒരു 30 മീറ്റർ വീതി ഉണ്ടായിരുന്ന പുഴ ഇപ്പോൾ ഒരു 75-100 മീറ്റർ വീതിയുണ്ട്. മരങ്ങളൊന്നും പോയിട്ടില്ല. മരങ്ങളൊക്കെ അന്നത്തെ ഒരു പ്രളയത്തോട് കൂടിയിട്ട് തന്നെ വെള്ളം ഉൾക്കൊള്ളാനുള്ള വീതി അതിനായിട്ടുണ്ട്. പക്ഷെ മരങ്ങളൊന്നും പോയിട്ടില്ല. പക്ഷെ മുകളിൽ നിന്ന് വന്ന ഒരുപാട് കല്ല് ഇതൊക്കെ ഡംപ് ചെയ്തിട്ടുണ്ട് അവിടെ. വേറെ നമ്മളെപ്പോഴും നമ്മൾ മനുഷ്യരുടെ ഒരു ദുരന്തം, മനുഷ്യരെ കണക്കെടുക്കുന്നതിനപ്പുറത്ത് അവിടെ അതോടൊപ്പം തന്നെ പ്രകൃതിയുടെ ഒരിക്കലും അത്ര വലിയൊരു നാശം ഉണ്ടായില്ല. മരങ്ങളവിടെ പോയിട്ടില്ല. ഈ പറയുന്ന പോലെ ആദ്യത്തെ 2019 ആ ഒരു ഇതുണ്ടായിരുന്ന മാറ്റങ്ങളാണ് കാര്യമായിട്ടുള്ളത്. പിന്നെ ഈ പറയുന്ന മുകളിൽ നിന്നുള്ള സാധനങ്ങളൊന്നും ഡംപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അതെല്ലാം സെറ്റായി വരികയാണ്. മഴ കുറയുന്നതിനനുസരിച്ച് അത് സെറ്റായിട്ട് വരികയാണ്. ആദ്യം ചളിയായിരുന്നു, ഇപ്പോൾ അതെല്ലാം സെറ്റായി വെള്ളം ഒരു സൈഡിലൂടെ പുഴയായിട്ട് ഒഴുകുന്നുണ്ട്. ഞാൻ ഇവരോട് ചോദിച്ചപ്പോഴേ ഈ ഡോഗ്സ് ഗാർഡ് പറഞ്ഞത് ഓരോ മണങ്ങളും പരിശോധിക്കാൻ പറ്റും, ഓരോ ഗന്ധങ്ങളും തിരിച്ചറിയാൻ പറ്റും. അതിൽ മനുഷ്യരുടെ ഗന്ധം, ഈ വന്യമൃഗങ്ങളുടെ ഇതിൽ നിന്നൊക്കെ GK ആകുമ്പോൾ ആ വിധത്തിലുള്ള ഒരു പരിശീലനമൊക്കെ നിങ്ങൾക്ക് ആ വിധത്തിലുള്ള ഞങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് നമ്മളവിടെ മണം പിടിച്ചിട്ട് തന്നെ ഇപ്പം നടക്കുള്ളൂ. എന്താ വെച്ചാൽ അവിടെ കിടക്കുന്ന ഓരോ ബോഡി പാർട്ടും ചെളിയും ഡെബ്രിയും കൂടിയാണ് ഒരുമിച്ച് കിടക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മണം പിടിച്ച് മാത്രമേ നമുക്ക് ഇപ്പോൾ എടുക്കാൻ പറ്റുന്നുള്ളൂ. മണം പിടിച്ച് നിന്നിട്ട് അവിടെ നിന്ന് തിരഞ്ഞു നോക്കുമ്പോഴാണ് നമുക്ക് പല പല ബോഡി പാർട്സും കിട്ടുന്നത്. നമുക്ക് ഡോഗ്സിന് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. അത് അവരുടെ ട്രെയിനിങ് ആണ്, നമുക്ക് പറയാൻ പറ്റില്ല അതിനെ പറ്റിയിട്ട്. എല്ലാ ദിവസവും ഈ മേഖലയിൽ പോയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ. ഞാനിപ്പോൾ നേരത്തെ പറയായിരുന്നു, നിങ്ങളുടെ അവിടെ അന്ന് രാത്രിയും നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഈ മുണ്ടക്കൈ ബെൽറ്റിൽ നിങ്ങൾ ഇറങ്ങി വന്നതിൻ്റെ പിന്നാലെയാണ് ഇതുണ്ടായത്. ഈ മനുഷ്യൻ്റെ ഇടപെടൽ ഇവിടെ പ്രകൃതിയിൽ ആ മേഖലയിലെ കാട്ടിൽ എത്രത്തോളം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്? നിങ്ങളുടെ ഒരു വിലയിരുത്തലെങ്കിൽ അത് ചോദിക്കാൻ കാരണം പുത്തുമലയിൽ നമ്മൾ അന്ന് കണ്ടതാണ്. പുത്തുമലയുടെ 5ാം വാർഷികമാകുമ്പോൾ പുത്തുമലയിൽ നിന്ന് നമ്മൾ പഠിച്ചത് എന്താണ്? അവിടെ നമുക്കറിയാം, അവിടെ അങ്ങനത്തെ പണ്ട് കുട്ടികൾ ജീവിച്ചു വരുന്ന ജനങ്ങളാണ്. അതിൽ പുതുതായിട്ട് വന്ന ആൾക്കാരൊന്നും അല്ലായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ വയനാടിൻ്റെ എല്ലാ ഭാഗത്തും അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ പ്രത്യേകമായിട്ട് അവിടെയുള്ള ആളുകളെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. അവരവിടെ ഇപ്പം പച്ച പിടിച്ച് വരുന്നുള്ളൂ. പാവപ്പെട്ട കുടുംബങ്ങളാണ് അധികം വരും. പിന്നെ എസ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. എസ്റ്റേറ്റ് പാടികളിലൊക്കെ താമസിക്കുന്നതാണ്. പിന്നെ സ്വന്തമായിട്ട് ഒരു സ്ഥലം കിട്ടിയപ്പോൾ അങ്ങനെ വന്ന് താമസിച്ച് വീട് വെച്ച് താമസിച്ച് വരുന്നവരാണ്. ഏതായാലും ഒരുപാട് ആളുകൾ ഇനി കിട്ടാനുണ്ട്. നമുക്ക് ക്ലൗഡ് ബേഴ്സ്റ്റിന് സമാനമായ ഒരു അവസ്ഥ ഉണ്ടാക്കിയ അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ഇതാരുടെയും കുറ്റമല്ല. പെട്ടെന്ന് ഇത്രയും ഒരു ഹെവി റെയിൻഫോൾ വരുന്ന ഒരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള റെയിൻഫോൾ വരുമ്പോൾ എല്ലാവരുടെയും സംഭവിക്കാവുന്ന കാര്യമാണ്. നോർമലി സ്ലോപ്പുള്ള ഏരിയയിൽ എവിടെയും സംഭവിക്കാം. അതുകൊണ്ട് ഇത് ആരുടെയും കുറ്റമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല.
അങ്ങനെ പ്രകൃതി മധു, ശരിയാണ്, നമുക്കിത് ആരെയും കുറ്റപ്പെടുത്താൻ നല്ല പറ്റുന്ന ഫോറസ്റ്റ് ആണ് ഒരു പൊട്ടിപ്പോകുന്നത്. സന്ദർഭമേ അല്ല. അതുപോലെ നമുക്കതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തൊക്കെയോ അത് ചെയ്യുക, മനുഷ്യ സാധ്യമായതൊക്കെ ചെയ്യുക, അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. തുടർന്ന് അങ്ങോട്ട് അവരുടെ ജീവിതം നന്നായി കൊണ്ടുപോകാൻ കൈത്താങ്ങായി നിൽക്കാൻ നമുക്ക് വേണ്ടതൊക്കെ ചെയ്യാം. മധുവും ഷഹീദുമാണ് ഒപ്പം ചേർന്നത്.